ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറി തയ്യാറാക്കിയാലോ? അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് എല്ലും അതുപോലെ തന്നെ നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരിയും 3/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന ശേഷം ചെറിയ തീയിൽ ഒരു 11 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ബീഫിനനുസരിച്ചിട്ട് പാകത്തിന് വേവിച്ചാൽ മതിയാകും. ഞാനിവിടെ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാളയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ നല്ല വലുപ്പമുള്ള 2 സവാള ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചതാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് പൊടികളൊക്കെ മൂത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ആ ബീഫ് വേവിച്ചതിൽ നിന്നും കുറച്ച് വെള്ളമാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഈ മസാലയൊക്കെ തക്കാളിയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കുഴഞ്ഞു വരണം. അപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തക്കാളിയൊക്കെ പാകത്തിന് നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ആ ബീഫ് ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 3/4 കപ്പ് ചൂടുവെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ബീഫ് കറിയായിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ 3/4 കപ്പ് ചൂടുവെള്ളം ചേർത്തത്. നിങ്ങൾക്ക് ഇത് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഈ ബീഫ് ചേർത്തിട്ട് ഒരു 20 മിനിറ്റ് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മുടെ ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്